വെൽക്കം ബാക്ക് ട്രാവൻകൂർ സിനിമാസ്. ഈ ഒരു ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒരു പ്രാവശ്യം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇപ്പോൾ തിയേറ്ററിൽ അവൈലബിൾ ആയിട്ടുള്ള പൊന്മാൻ എന്ന സിനിമയെ കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത്. അത്യാവശ്യം എൻഗേജ് ആയിട്ട് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കഥാമുഹൂർത്തത്തിലൂടെ മുമ്പോട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സിനിമയാണ് പൊന്മാൻ. അത്യാവശ്യമുള്ള കോമഡി കാര്യങ്ങൾ ഒക്കെ ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന നല്ലൊരു എൻഗേജിങ് ആയിട്ട് നമ്മുടെ ഫാമിലി മൊത്തമൊക്കെ പോയി കാണാൻ പറ്റിയ നല്ലൊരു ഫീൽ ഗുഡ് മൂവി ആയിട്ട് നമുക്ക് ഈ ഒരു ചിത്രത്തെ കൂട്ടാവുന്നതാണ്. ബേസിൽ ജോസഫ് ആണ് ഈ ഒരു സിനിമയുടെ നായകൻ എന്ന് പറയുന്നത്. ആവേശം എന്ന സിനിമയിലെ സജിൻ ഗോപി നമ്മുടെ അമ്പാൻ ആയിട്ട് അഭിനയിക്കുന്ന പുള്ളി, അദ്ദേഹം ഈ ഒരു സിനിമയിൽ നല്ലൊരു വേഷം തന്നെ കൈകാര്യം ചെയ്യുന്നുണ്ട്. നല്ല രീതിയിൽ വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്യാരക്ടർ തന്നെയാണ് അദ്ദേഹത്തിന് ഈ ഒരു ചിത്രത്തിൽ കിട്ടിയിരിക്കുന്നത്. ലിജിമോൾ നല്ലൊരു വേഷം തന്നെയാണ് ഈ ഒരു ചിത്രത്തിൽ കൈകാര്യം ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സിനിമയിൽ അഭിനയിക്കാൻ പെർഫോം ചെയ്യാൻ കിട്ടിയ മറ്റുള്ള കഥാപാത്രങ്ങളും നല്ല രീതിയിൽ തന്നെയാണ് ഈ ഒരു ചിത്രത്തിൽ പെർഫോം ചെയ്തിട്ടുള്ളത് എന്ന് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ബേസിൽ ജോസഫ് ഇതിലൊരു മോട്ടിവേഷൻ ക്ലാസ് ഒക്കെ എടുക്കുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് അയാളൊരു ഭയങ്കര ഒരു സംഭവമാണെന്ന് തന്നെ തോന്നും. സിനിമ ആ ഒരു മൈൻഡിൽ കാണുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു സംഭവം തന്നെയാണ്. പടമാണ്. വേറെ ഒന്നും ഈ ഒരു സിനിമയെ കുറിച്ച് കുറ്റം പറയാനില്ല. പടം പക്കയായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല ഡയറക്ടിങ്, അതുപോലെ തന്നെ കൊല്ലം, തിരുവനന്തപുരം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ കേന്ദ്രീകരിച്ച് സിനിമ ചിത്രീകരിച്ച ഒരു സിനിമയാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു സിനിമ എന്ന് തന്നെ പറയാം. ഈ ഒരു ചിത്രം ഇപ്പോൾ തിയേറ്ററിൽ അവൈലബിൾ ആണ്. നിങ്ങൾ ഈ ഒരു സിനിമ കാണാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം ഈ ഒരു സിനിമ ഒന്ന് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുക. ഈ ഒരു ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒരു പ്രാവശ്യം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ഗുഡ് ബൈ.